ഹലോ നമസ്കാരം. ഇന്ന് ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല രുചികരമായ ചെറുപയർ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കണം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ തന്നെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരും. ഈ രീതിയിൽ ചെറുപയർ കറി ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പത്തിരി, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ മുളക് പൊടി 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. എന്നാലും അധികം പൊടികളൊന്നും ഇടേണ്ട ആവശ്യമില്ല. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോഴാണ് ഈ കറിക്ക് അതിൻ്റേതായ ഒരു രുചി വരുന്നത്. നമുക്ക് മസാലയൊക്കെ കൂടിക്കഴിയുമ്പോൾ അതിൻ്റെ മസാലയുടെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇത് നമ്മൾ പൊടികളെല്ലാം വളരെ കുറച്ചിടുന്നത് കൊണ്ട് തന്നെ ഈ കറിക്ക് നല്ലൊരു രുചിയാണ്. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം ഒക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെറുപയറെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറുപയർ ഞാൻ തലേ ദിവസം കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ എടുത്ത് നേരെ കുക്കറിലിട്ട് ഒരു 5-6 വിസിൽ അടിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ തലേ ദിവസം ഇത് വെള്ളത്തിലിട്ട് വെക്കുകയാണ്, കുതിർക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ ഒരു വിസിലോ 1-2 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു 5 വിസിലടിച്ചപ്പോഴാണ് ഈ ചെറുപയർ വെന്തത്. അപ്പോൾ ഇതിലുള്ള വെള്ളം എല്ലാം വറ്റിപ്പോയി. ഒട്ടും വെള്ളം ഇല്ലാതെയാണ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പയർ വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മതിയാകും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ചാറൊക്കെ എത്ര ആവശ്യമുണ്ട് എന്നതനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു കപ്പ് വെള്ളം മൊത്തം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതിയാകും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ കറി തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പുട്ട്, ഇടിയപ്പം, പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു നല്ലൊരു കറിയാണ്. നല്ല രുചിയാണ്. അത് നിങ്ങൾ ഈ രീതിയിലൊന്ന് പയർ കറി തയ്യാറാക്കി നോക്കണം.
നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.